ഇപ്പം ഈ പാവയുടെ കാര്യം പറഞ്ഞു. അന്നേരം ഇതിനകത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എന്ന് കഴിഞ്ഞാൽ നിങ്ങളിത് കയ്യിൽ വെച്ചിട്ട് നടക്കും. ഈ പാവയുടെ ഈ ഭാഗത്താ വെച്ചിരിക്കണം, ഒന്ന് പിടിച്ചു നോക്കിക്കേ. നല്ല ചൂടാ വല്ലതും ഉണ്ടാന്നുള്ളത് അറിയാം കുറച്ച് കഴിയുമ്പോൾ. കൈ ഇങ്ങനെ പിടിച്ചു പോകും. ചെറിയൊരു ചൂട് പോലെ കാണിക്കുന്നുണ്ട്. അതാണ് ഈ മന്ത്ര തകിടിന്റെ വ്യത്യാസം. അതായത് അതിന് എനർജി വെക്കും. ഇപ്പൊ ചൂടാകാൻ തുടങ്ങിയ അതാണ് ഇതിന് ശക്തി വെക്കും. ഇത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ തരികയാണ്, നിങ്ങൾ ഇന്ന പോലെ ആകണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ തനിക്ക് വേണ്ട പവർ ഇതിൽ നിന്ന് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വെറുതെ അല്ല രക്ഷാപരമായിട്ടുള്ള മന്ത്രത്തകിടുകൾ ഈ മാലകളിലൊക്കെ ഓരോരുത്തർ ഇട്ടിരിക്കുന്നത്. ഇത് വെറുതെ ഇട്ടിരിക്കണതല്ല. ഇത് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി. അത് ചില വടക്കേ ഇന്ത്യ എന്നൊക്കെ വന്നവരുടെ കയ്യിലൊക്കെ കല്ലിൻ്റെയും വലിയ തകിടുകളൊക്കെ കാണുന്നത്. എന്തുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ കൂടുതലും ശബരിമലയിലേക്ക് വരുന്നത്, ചാത്തൻ്റെടിക്കലേക്ക് വരുന്നത്? അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് നമുക്ക് എന്നെ കാണാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് എത്ര പേര് വരുന്നുണ്ട്? ഒത്തിരി പേര് വരാറുണ്ട്. അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് അതായത് ഒരു ദിവസം എടുക്കും അവരിവിടെ വന്നിട്ട് പോണേ. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അവർ. എന്തുകൊണ്ടാണ്? അവർ ബിസിനസ്സുകാരാ. അതേപോലെ നമുക്ക് സാമ്പത്തികപരമായിട്ട് ഉന്നതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കരുത്ത് കൂടെ വേണം. അതായത് സൈക്കിളിൽ പോണതും ഏറ്റവും കൂടിയ ഹാർലി ഡേവിഡ്സന്റെ ബൈക്കിൽ പോണതുമായിട്ടുള്ള വ്യത്യാസം പുള്ളിക്കും. അവൻ കരുത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവൻ അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന് സ്പീഡിൽ വേഗം എത്താവുന്ന രീതിയിൽ ഉയരങ്ങളിൽ എത്താനുള്ള കാര്യങ്ങൾ അവൻ ചെയ്യും.